മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള ജനതയെ അറിയിച്ചത്. അത് മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഗവൺമെൻറ്റിനോട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു കിരാതമായ വന നിയമ പരിഷ്കരണങ്ങളെ മാറ്റിവെക്കണമെന്ന്. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചിരുന്ന വനം നിയമ ഭേദഗതി സാധാരണക്കാരായ മനുഷ്യരെ ദുരിതത്തിലാക്കുന്നതും പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമായ ഒരു നിയമ ഭേദഗതിയായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല. ഈ കേരളത്തിലെ ഏതൊരു പൗരനെയും, ഏതൊരു വ്യക്തിയെയും ഏത് സ്ഥലത്ത് വെച്ചും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വരെ, വെറും വാച്ചർക്ക് വരെ ഏത് സമയത്തും കസ്റ്റഡിയിലെടുക്കുവാനും തടങ്കലിൽ വയ്ക്കുവാനുമുള്ള അധികാരം കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതിക്കെതിരെയാണ് ഞങ്ങളൊക്കെ ശബ്ദിച്ചത്. മനുഷ്യരുടെ സംരക്ഷണത്തെക്കാൾ വന്യജീവികളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതി. ഇവിടെ മനുഷ്യനാണോ വിലയുള്ളത്, മൃഗങ്ങൾക്കാണോ വിലയുള്ളത് എന്ന് ഞങ്ങൾ പരസ്യമായി ചോദിച്ച കാര്യമാണ്. ഏതായാലും കത്തോലിക്ക കോൺഗ്രസ് മാത്രമല്ല, സഭാ നേതൃത്വവും വളരെ ശക്തമായി ആവശ്യപ്പെട്ടതനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ധീരമായ ഒരു നിലപാടാണ് ഇന്ന് എടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കർഷക ദ്രോഹപരമായ സാധാരണ പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഈ നിർദ്ദിഷ്ട വനം ഭേദഗതി വേണ്ട എന്ന് വയ്ക്കുവാൻ ആർജവത്വം കാണിച്ച മുഖ്യമന്ത്രിക്ക് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ അഭിനന്ദ മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഒരു പത്രമാധ്യമത്തോട് പറഞ്ഞതുപോലെ ഇതാദ്യപടി മാത്രമാണ്. ഇവിടുത്തെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് വനമേഖലയിലും മലയോരങ്ങളിലും താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ജീവന് ഭീഷണിയാകുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് സംരക്ഷണം തരേണ്ടതുണ്ട്. കാര്യക്ഷമമായ മാർഗങ്ങളെ അവലംബിച്ച് വനം വന്യജീവി വകുപ്പ് വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്തുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭയപ്പാടോടെ ജീവിക്കേണ്ട ഒരവസ്ഥ വനമേഖലയിലുള്ളവർക്ക്, പ്രത്യേകിച്ച് വനത്തോടടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് ഉണ്ടാകുവാൻ പാടില്ല. ആ പാവപ്പെട്ട മനുഷ്യരെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുക തന്നെ വേണം. അതുകൊണ്ട് വനം വന്യജീവി വകുപ്പിൽ സത്വരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ മനുഷ്യൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കണം. അവർക്കെതിരെ കേസെടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തോട് ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ, സാധാരണ വോട്ടറുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടി സർക്കാർ പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നും അഭ്യർത്ഥനയെ തുടർന്നും ഇത്തരമൊരു ധീരമായ കാൽവെപ്പ് വയ്ക്കുന്നതിൽ സർക്കാരിന് ഞങ്ങൾ അകമഴിഞ്ഞ നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ശക്തവും ധീരവുമായ നിലപാടുകൾ എടുക്കുന്നതോടൊപ്പം ഞങ്ങൾ ഒരു കാര്യം കൂടെ സംശയലേശമന്യേ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ നാട്ടിൽ വളരെ ശക്തമായി ഉണ്ടാകും. സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്ന്, ജനപക്ഷത്ത് നിന്ന്, സാധാരണക്കാരുടെ, കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കും. അത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങളൊരു സർക്കാരിനും എതിരല്ല. പക്ഷേ സർക്കാരുകളുടെ ജനദ്രോഹപരമായ നടപടികളെ, നിലപാടുകളെ അതിശക്തമായി ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് അറിയിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.